നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് എക്സാമിനേഷൻ മെയ് 3 നടക്കുന്ന നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാം സബ്മിറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള വൺ ടൈം ചാൻസ് അനുവദിച്ചിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിലേക്ക് നമ്മൾ എത്തുന്നു. മാർച്ച് 14 ഈവനിങ് 11:50 വരെയാണ് നമുക്ക് ഈ കറക്ഷൻസിനുള്ള അവസരം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു വൺ ടൈം ഫെസിലിറ്റി ആണെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. നമുക്ക് നിരന്തരമായിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൽ നമുക്ക് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മിസ്റ്റേക്കുകളും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. NTA അനുവദിച്ചിരിക്കുന്ന ചില കറക്ഷൻസ് നമുക്കിപ്പോൾ ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. മാർച്ച് 14 ഈവനിങ് 11:50 വരെ മാത്രമാണ് ഇതിന് അവസരമുള്ളത്. നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് പോകാം. neet.nta.nic.in എന്ന വെബ്സൈറ്റ് നാം എൻ്റർ ആയതിനു ശേഷം പുതിയ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് മനസ്സിലാക്കാം 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഇതിനുള്ള അവസരമുള്ളത്. എത്ര മണി വരെയാണ്? 23:50 വരെ, 11:50 വരെ നമുക്ക് കറക്ഷൻസ് വരുത്താം. വൺ ടൈം ചാൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് എ വൺ ടൈം ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ടു ദ കാൻഡിഡേറ്റ് ടു അവോയ്ഡ് എനി ഹാർഡ്ഷിപ്പ്. ഒറ്റ പ്രാവശ്യം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഈ കറക്ഷൻസിന് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഓപ്പൺ ചെയ്ത് ഒരു കറക്ഷന് വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇനി കറക്ഷൻസ് ഒന്നും ഇല്ല, നാം ഈ വിൻഡോ ഓപ്പൺ ചെയ്തു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈൻ ഔട്ട് ചെയ്താലും മതി. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് അതിന് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എനി വൺ ഓഫ് ദീസ് ടു. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണം ഫാദറിന്റെ നെയിം, ക്വാളിഫിക്കേഷൻ ആൻഡ് ഒക്കുപ്പേഷൻ, ഓർ മദർ നെയിം, ക്വാളിഫിക്കേഷൻ ആൻഡ് ഒക്കുപ്പേഷൻ. അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും നെയിമിലോ ക്വാളിഫിക്കേഷനിലോ ഒക്കുപ്പേഷനിലോ ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചേഞ്ച് വരുത്താനുള്ളൊരു അവസരം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ആഡ് എനി ഓൾ ദീസ് ഫയൽസ്. ഇതിനെ കാര്യങ്ങളിൽ ഇവിടെ 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും കാര്യത്തിനകത്ത് നമുക്കൊരു കറക്ഷൻ വേണമെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ക്ലാസ് 10-ൻ്റെയോ പ്ലസ് ടുവിൻ്റെയോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നാം എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്, സ്റ്റേറ്റ് ഫ്രം വെദർ പ്ലസ് ടു ഇക്വലന്റ് പാസ്ഡ് ഓർ അപ്പിയറിംഗ്. ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നതോ പ്ലസ് ടു കഴിഞ്ഞതോ ആയ സ്റ്റുഡൻറ്റ് ഞാൻ ഏത് സ്റ്റേറ്റിലാണ് പഠിക്കുന്നതെന്ന് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കാറ്റഗറി. ഈ കാറ്റഗറി എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം റിസർവേഷൻസ് ഒക്കെ ലഭിക്കുക. നമുക്ക് OBC ആണ്, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആണ്, ഇതുപോലെ ഏതെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള കാറ്റഗറികൾ നമ്മൾ എൻട്രി ചെയ്തിട്ട് അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ കാറ്റഗറി ക്ലെയിം ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യണോ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കാറ്റഗറി എൻട്രി ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി ഇതിനോടൊപ്പം സബ് കാറ്റഗറിയും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയും. നമുക്കറിയാം സബ് കാറ്റഗറികൾ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ റിസർവേഷൻ ഉണ്ട്, അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ട്, അത് ഞാൻ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതുപോലുള്ള സബ് കാറ്റഗറികളും ഡിസബിലിറ്റിയുടെ കാറ്റഗറികളും എന്തെങ്കിലും നാം എൻട്രി ചെയ്യാനകത്ത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള അവസരവും നമുക്കുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സിഗ്നേച്ചർ. നമുക്കറിയാം സിഗ്നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? നമ്മളൊരു പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് അപ്ലോഡ് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത്. പല വിദ്യാർത്ഥികളും ഈ സിഗ്നേച്ചറിന് പകരം ഫോട്ടോസോ അല്ലെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ സിഗ്നേച്ചറോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്ത വേറെ പല ഡോക്യുമെന്റ്സുകളുണ്ട്. നമ്മുടെ തമ്പ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നു, ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പെർമിഷൻ ഇല്ല. നമുക്ക് പെർമിഷൻ തന്നിരിക്കുന്നത് സിഗ്നേച്ചർ മാത്രമാണ് ചേഞ്ച് ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. കാര്യം നാം എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ ഇൻവിജിലേറ്ററുടെ മുമ്പിൽ നാം സൈൻ ചെയ്യുമ്പോൾ ഇതിലുള്ള സിഗ്നേച്ചറും അവിടെ ഇടുന്ന സിഗ്നേച്ചറും വ്യത്യാസം വരാൻ പാടില്ല. അതുകൊണ്ടാണ് സിഗ്നേച്ചർ
സിഗ്നേച്ചർ മാത്രം കറക്റ്റ് ചെയ്യാനുള്ള ഒരവസരം NTA അനുവദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഇൻ നീറ്റ് ഫസ്റ്റ് ടൈം ആണോ അറ്റൻഡ് ചെയ്യുന്നത്, സെക്കൻഡ് ടൈം ആണോ, തേർഡ് ടൈം ആണോ എന്ന് നാം കൊടുത്തിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഇനി ഇത് കൂടാതെ തേർഡ് വൺ, candidate shall be allowed to change these two fields based on their permanent and present address. പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് എക്സാമിനേഷൻ സിറ്റി സെലക്ഷനും മീഡിയം ഓഫ് എക്സാമിനേഷനും ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പെർമിഷൻ തന്നിട്ടില്ല. പിന്നെന്താണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് എക്സാമിനേഷൻ സിറ്റി മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വിദേശത്താണ് എക്സാമിനേഷൻ സെന്റർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വാറിന്റെ ഒക്കെ ഒരു അവസരത്തിൽ എനിക്ക് എക്സാമിനേഷൻ സെന്റർ അവിടുന്ന് നാട്ടിലേക്ക് മാറണം, അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇപ്പോൾ എക്സാം സെന്റർ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിനെ ബേസ് ചെയ്ത്, പ്രസന്റും പെർമനന്റും കൊടുത്തിരിക്കുന്ന അഡ്രസ്സിനെ ബേസ് ചെയ്ത് മാത്രമേ എക്സാം സിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൽ ചെറിയ ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് വരുത്താം എക്സാമിനേഷൻ സിറ്റിയിൽ. അല്ലാതെ ഇപ്പോഴേ നാം നമ്മുടെ സ്റ്റേറ്റ് വൈസോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ വൈസിലോ ഒരു ചേഞ്ചുകൾ വരുത്താൻ ഇപ്പോൾ ആരും ആഗ്രഹിക്കേണ്ട. എക്സാമിനേഷൻ സിറ്റി നമുക്ക് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിനെ ബേസ് ചെയ്ത് ചേഞ്ച് വരുത്തണമെങ്കിൽ മാത്രം ചേഞ്ച് വരുത്തുക. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഒരു പരിധിവരെ വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഇനി അതല്ല, ഏതെങ്കിലും ഒരു മദർ ടങ് മലയാളമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് ആയിട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇംഗ്ലീഷ് മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് ആണ് നമ്മൾ എക്സാമിനേഷൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് രീതിയിലുള്ള ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏത് ലാംഗ്വേജ്, മലയാളം സെലക്ട് ചെയ്താൽ മലയാളം ഇംഗ്ലീഷും ഉണ്ടാവും. ഇംഗ്ലീഷ് മാത്രമാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇനി അത് തെറ്റിദ്ധരിക്കാതെ, നമുക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം പഠിക്കുന്നത് ഇംഗ്ലീഷിലായതുകൊണ്ട് കഴിവതും എക്സാമിനേഷൻ്റെ മീഡിയം ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അത് കൂടാതെ വേറെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതിനുള്ളൊരവസരവും ഇവിടെ നൽകിയിട്ടുണ്ട്. ദെൻ ഫോർത്ത് വൺ, candidate shall be allowed to change identity details only for candidates who registered with the identity other than Aadhaar. ആധാറിന് പകരമായിട്ടുള്ള രീതിയിൽ ID പ്രൂഫായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അതിനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. ഇതല്ലാതെ വേറെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്തുള്ള വേറെയുള്ള കറക്ഷൻസിനൊന്നും NTA അനുവദിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷൻ, May 3 നടക്കുന്ന എക്സാമിനേഷൻ, 3 അവേഴ്സിൻ്റെ എക്സാമിനേഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയെ ബേസ് ചെയ്തിട്ട് മുഴുവൻ മെഡിക്കൽ കോഴ്സുകൾക്കും MBBSഉം BDSഉം കൂടാതെ വരുന്ന അലൈഡ് കോഴ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള നീറ്റ് എക്സാമിനേഷൻ ഏറ്റവും കൃത്യമായിട്ട് എഴുതാൻ ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള അവസരം 14-ാം തീയതി മാർച്ച് ഈവനിങ് 11:50 മുമ്പായി ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. JEE എക്സാമിനേഷൻ, JEE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനാണ്. NIT-കളിലും IIT-കളിലും IIITസിലും ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനാണ് JEE എക്സാമിനേഷൻ. അതിന്റെ സെക്കൻഡ് ഫേസ് എക്സാം April 2 മുതൽ 9 വരെ നടക്കുന്നു. ആ എക്സാമിനേഷന് ആരെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരവും NTA നൽകിയിട്ടുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം മാർച്ച് 13-ാം തീയതി വൈകുന്നേരം 9 മണിക്ക് മുമ്പായി JEE എക്സാമിനേഷന്റെ ഫേസ് 2 എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. തീർച്ചയായും ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര കണ്ട് പഠിച്ചു എന്നുള്ളതല്ല, ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എക്സാമിനേഷൻ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻട്രൻസിന്റെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.